അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ്, അതായത് പ്രകൃതി രമണീയമായ ഒരു ദ്വീപ്. അവിടെ ആകെ ഉള്ളത് 20 മനുഷ്യർ, കൂടാതെ ദശലക്ഷക്കണക്കിനായ പക്ഷികൾ. നമുക്ക് അവരെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം. ഐസ്ലാൻഡിന്റെ വടക്കൻ തീരത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രകൃതി രമണീയമായ ഒരു ദ്വീപുണ്ട്. ഗ്രിംസി ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര്. പക്ഷികളുടെ ഒരു പറുദീസയാണ് ഈ ദ്വീപ്. എന്നാൽ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആകെ 20 മനുഷ്യരുള്ളൂ, എന്നാലോ ദശലക്ഷക്കണക്കിന് പക്ഷികളുമാണ് ഇപ്പോഴും ഇവിടുത്തെ താമസക്കാർ. യൂറോപ്പിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലമെന്നും സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ദ്വീപെന്നും ആണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ദ്വീപിന്റെ ആകെ വിസ്തീർണം 6.5 ചതുരശ്ര കിലോമീറ്ററാണ്. എന്നാൽ 1931 വരെ ദ്വീപിലേക്ക് കത്തുകൾ വിതരണം ചെയ്യാൻ വർഷത്തിൽ 2 തവണ, അതും ചെറിയ ബോട്ട് സർവീസിലാണ് അത് പോയിരുന്നത്. കത്തുകളൊക്കെ അതുമാത്രമായിരുന്നു ഗ്രിംസിലെത്താനുള്ള ഒരേ ഒരു മാർഗം 1931. എന്നാൽ ഇന്ന് കാലം പുരോഗമിച്ചതോടുകൂടി 20 മിനിറ്റ് ദൈർഘ്യമുള്ള വിമാന സർവീസൊക്കെ ഇവിടേക്കുണ്ട്. അതുകൂടാതെ ഡാൽവിക് ഗ്രാമം, അതിന്റെ തൊട്ടടുത്ത ഗ്രാമമായ ഡാൽവിക് ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഫെറി സർവീസുകളും ഉണ്ട് ഈ ദ്വീപിലേക്ക് എത്താനായിട്ട്. വൈവിധ്യമാർന്ന കടൽ പക്ഷികളും വന്യജീവികളുമാണ് ഈ ദ്വീപിന്റെ ഒരു പ്രത്യേകത. കാമിക്കേസ്, ആർട്ടിക് ടേൺ, പഫിൻ, ബ്ലാക്ക് ലെഗ്ഡ് കിറ്റിവേക്ക്, റേസർ ബിൽസ് തുടങ്ങിയ പലതരം പക്ഷികളും ഇവിടെ ഉണ്ട്. അതുകൂടാതെ ദേശാടന പക്ഷികളുമുണ്ട്. ഇതിനെല്ലാം പുറമെ സ്വതന്ത്രമായി വിവരിക്കുന്ന ഐസ്ലാൻഡിക് കുതിരകളും ചെമ്മരിയാടുകളും ഇവിടെയുണ്ട്. തുറമുഖം ഒഴികെ ദ്വീപിന് ചുറ്റുമുള്ള ഉയർന്ന പാറക്കെട്ടുകളിൽ പക്ഷികൾ കൂട്ടുകൂടുന്നു. ഏപ്രിൽ അവസാനം മുതൽ ഓഗസ്റ്റ് ആരംഭം വരെയുള്ള സമയമാണ് പഫീനുകളെ കാണാനുള്ള ഏറ്റവും നല്ല സമയം. ശൈത്യകാലത്ത് ഗ്രിംസിൽ പഫീനുകളെ കാണാനാവില്ല. എന്നാൽ ദ്വീപിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ആയിട്ടാണ് ഏതാനും വീടുകളുള്ളത്. സ്ഥിരതാമസക്കാർ നമ്മൾ മുന്നേ പറഞ്ഞു ആകെ 20 പേര് മാത്രം എന്നാണ് BBC ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്ര പേരെ മാത്രം അവിടെ ഇതേവരെ കണ്ടിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ദ്വീപിൽ. എന്നാൽ ഈ ദ്വീപിൽ ആശുപത്രികളില്ല, ഡോക്ടർമാരില്ല, പോലീസ് സ്റ്റേഷനുകളില്ല. എന്നാൽ അപ്പോൾ അത്യാവശ്യ ഘട്ടം വന്നാൽ ഇവരെന്ത് ചെയ്യും? അപ്പോൾ അത്യാവശ്യ ഘട്ടം വന്നാൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് കോസ്റ്റ് ഗാർഡും എമർജൻസി സർവീസുകാരും ദ്വീപുകാർക്ക് ഒരു പരിശീലനം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ദ്വീപിൽ പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ട് അങ്ങനെ പ്രത്യേകമായിട്ട് താമസിച്ചു പോകാനായിട്ട് പറ്റില്ല. അതൊരിക്കലും നടക്കില്ല. കാരണം അവിടുത്തെ ഒറ്റപ്പെടലും അവിടുത്തെ ആ എക്കോസിസ്റ്റവും അവിടുത്തെ ആ സാഹചര്യങ്ങളുമായിട്ട് ഒരുങ്ങി ജീവിച്ചു പോകണമെങ്കിൽ പല സാഹചര്യങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചിരിക്കണം. ഈ ദ്വീപിൽ ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന ആർട്ടിക് സമുദ്രം ചിലപ്പോഴൊക്കെ ഒരു വന്യരൂപം പ്രാപിക്കാറുണ്ട്. കൊടുങ്കാറ്റ് ഇടയ്ക്ക് വരാറുണ്ട്. അതുകൂടാതെ 15 മീറ്റർ വരെ ഉയരത്തിലെത്തുന്ന വലിയ തിരമാലകളും ഉണ്ടാവാറുണ്ട്. വടക്ക് നിന്ന് മഞ്ഞ് ഒഴുകിയെത്തും. ദ്വീപിന് ചുറ്റുമുള്ള സമുദ്രം തണുത്ത് ഉറഞ്ഞു പോകാറുണ്ട്. വേനൽക്കാലത്തും മറ്റു സമുദ്രം തിളങ്ങുന്ന കണ്ണാടി പോലെയാവും. എന്നാൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ദ്വീപിൽ 800 വർഷത്തോളമായിട്ട് ഒരു പള്ളിയുണ്ട്. ഇടയ്ക്ക് ഈ തിരമാലകളിലെല്ലാം പെട്ടിട്ട് അതിന് തകർച്ച സംഭവിച്ചെങ്കിലും പുതുക്കി പണിതത്. 2 ഗസ്റ്റ് ഹൗസുകളും ഉണ്ട്. ഒരു കടത്തുവള്ളം ആഴ്ചയിൽ 3 തവണ ദ്വീപിലേക്ക് സർവീസ് നടത്തും. ഒരു വിമാനത്താവളം ദ്വീപിലുണ്ട്. സഞ്ചാരികൾക്കും ദ്വീപ് നിവാസികൾക്കുമായി വിമാന സർവീസ് നടത്താനായിട്ടാണ് അത് തുടങ്ങിയത്. അല്ലാതെ 20 പേർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരിക്കലും വിമാന സർവീസ് നടത്തില്ലല്ലോ. വേനൽക്കാലത്ത് ഗ്രിംസിയിൽ രാത്രി ഉണ്ടാവില്ല. ശൈത്യകാലത്ത് പകൽ വെളിച്ചം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഗ്രിംസ് ദ്വീപിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും ഗ്രിംസ് ദ്വീപിലേക്ക് ഒന്ന് പോകാനായിട്ട് ആഗ്രഹം തോന്നിയോ ആവോ? അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.